ഡൽഹി യാത്രയ്ക്കിടയ്ക്ക് വീണ്ടും പ്ലാന് ചേഞ്ചായി. ആബിദും അറഫാത്തും നേരെ വാരണാസിക്ക് കിട്ടു, ഞാനും കുഞ്ഞാനും ഡൽഹിക്കും. ഞങ്ങൾക്ക് ഡൽഹിയിൽ 1-2 വണ്ടി നോക്കാനുണ്ടായിരുന്നു. ഒരു വണ്ടി അവിടെ നിന്ന് പിക്ക് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ആഗ്ര വഴിയാണ് ഡൽഹിയിൽ പോയത്. ആഗ്രയിൽ നിന്ന് ഡൽഹിക്ക് ബസ്സിലാണ് പോയത്. ബസ്സിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നേരെ നോയിഡ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. ബസ്സുകളൊക്കെ വളരെ മോശം. അവിടുന്ന് വണ്ടി എടുത്ത് നേരെ എക്സ്പ്രസ് ഹൈവേ പിടിച്ച് നാട്ടിലേക്കാണ് പോകുന്നത്. നാഗ്പൂർ വഴി ആന്ധ്രാപ്രദേശ്, UP, MP എല്ലാം ടച്ച് ചെയ്യണം. നേരെ വിട്ട് ഇത് മധ്യപ്രദേശ് ബോർഡറാണ്. റോഡൊക്കെ വളരെ ശോകമാണ് കേട്ടോ. അവിടുന്ന് പോരുന്ന വഴിക്കാണ് മിലിറ്ററി വണ്ടികൾ നിരനിരയായി നിർത്തിയിട്ടുണ്ട്. എങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. സ്റ്റാലിൻ കണ്ടപ്പോഴാണ് ഒരു വീഡിയോ എടുക്കണം തോന്നിയത്. പേരറിയാത്ത 2-3 വണ്ടികൾ വേറെ ഉണ്ടായിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്കാണ്. റോഡാണെന്നുണ്ടെങ്കിലും വളരെ ശോകമാണ്. ആ സൈഡിലുള്ളതാണ്. രാത്രിയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് എത്തിയപ്പോൾ കുഞ്ഞാണി പറഞ്ഞ് ഓൻ്റെ പ്ലാന്റേഷനിക്ക് കുറച്ച് തൈകൾ മേടിക്കണം. അപ്പോൾ തൈകൾ മേടിക്കാൻ ഇറങ്ങിയാൽ നല്ല വില മാറ്റമുണ്ട് കേട്ടോ. നാട്ടിലും ആന്ധ്രാപ്രദേശ് ബോർഡറിലൊക്കെ ആയിട്ട് നല്ല വില മാറ്റമുണ്ട്. പിന്നെ നേരെ ഹൈദരാബാദ് പിടിച്ച് ബാംഗ്ലൂർ ഹൈവേയിൽ കയറി നാട് പിടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം. തുംകൂർ വഴിയാണ് പോയത്. ബാംഗ്ലൂർ ടൗൺ ടച്ച് ചെയ്യാണ്ട് നേരെ ഗുണ്ടൽപേട്ട വഴി നമ്മുടെ ഗൂഡല്ലൂർ ഇവിടെ എത്തി. നമ്മുടെ കാട്ടിലെത്തിയപ്പോൾ തന്നെ മാനുകളും ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ട് നേരെ വിട്ട്. അപ്പോൾ നാട് കാണെത്തിയപ്പോൾ അതേപോലെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാന്റേഷനും കൂടി ഉണ്ട്. അവിടുന്ന് കുറച്ച് തൈകൾ കൂടി കളക്ട് ചെയ്തിട്ട് നേരെ വിട്ട് ഞങ്ങൾ. ഇവിടെയും നല്ല വില മാറ്റമാണ് കേട്ടോ. നേരെ ചുരം ഇറങ്ങി വഴിക്കട കഴിഞ്ഞ് ഇടയ്ക്കര എത്തിയപ്പോൾ നല്ല ബ്ലോക്ക്. ഇതൊക്കെ നമ്മൾ ബസ് ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. ലൈറ്റൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ വാഹനങ്ങളെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.